أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. സയ്യിദ്ന ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തിന് നൽകിയ ഒരു വ്യാഖ്യാനം ബറാഹിൻ അഹമ്മദിയുടെ 5-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അധികരിച്ചുകൊണ്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റു ചില വചനങ്ങൾ കൂടി ഈ സംഗതി കൂടുതൽ വ്യക്തമാക്കുന്നതുകൊണ്ട് അതുകൂടി ഉദ്ധരിച്ച് കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് തന്നതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അഥവാ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം സർവശക്തനായ സ്രഷ്ടാവായ അള്ളാഹുവിനുമായിട്ട് സുദൃഢ ബന്ധം പുലർത്തുവാനുള്ള മാർഗങ്ങൾ എന്താണെന്നും അതിലുള്ള തടസ്സങ്ങൾ എന്തായിരിക്കും, അതിനെ നീക്കുന്നത് എങ്ങനെയെന്നും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയില്ലായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അതിന് ഒന്നാമത്തെ തെളിവ് അള്ളാഹുമായി സുദൃഢം ബന്ധം പുലർത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികളിൽ അദ്ദേഹത്തെ അനുസരിച്ചവരിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് അള്ളാഹുമായിട്ട് തങ്ങൾക്ക് സുദൃഢ ബന്ധമുണ്ടെന്ന് പറയുവാൻ സാധിക്കുന്ന മറ്റൊരാളെ നമുക്ക് മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. വാദങ്ങൾ പലതും ഉണ്ടായിരിക്കും, പക്ഷേ അത് തെളിയിക്കുവാൻ സാധ്യമല്ല. ഈ അനുഗ്രഹം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ മർമ്മം അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ മർമ്മം നമസ്കാരവുമായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. നമസ്കാരമില്ലാതെ ഇത് ഒരിക്കലും തൻ്റെ റബ്ബുമായിട്ട് ബന്ധം പുലർത്തുവാൻ സാധ്യമല്ലെന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തീർത്തു പറയുന്നു. അത് വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ടാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 9, 10, 11, 12 ആയത്തുകളാണ് ഞാൻ ആരംഭത്തിൽ ഓതിയത്. അവർ തങ്ങളുടെ അമാനത്തുകളെയും സൂക്ഷിപ്പ് മുതലുകളെയും അവരുടെ പ്രതിജ്ഞകളെയും കരാറുകളെയും പാലിക്കുന്നവരാണ്, അഥവാ അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ്. വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാരങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. അവർ ഫിർദൗസ് എന്ന സ്വർഗത്തിന് വാരിസ്യങ്ങളായി അഥവാ അനന്തരാവകാശികളായി തീരുന്നവരാണ്. അവരാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അനന്തരാവകാശികൾ. അതിലവർ ചിരകാല വാസികളുമായിരിക്കും, എന്നെന്നും വസിക്കുന്നവരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അലാ അദുല്ലുക്കും അലാമ യംഹുല്ലാഹ ബിഹിൽ ഖതായ, അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിവ് നൽകട്ടെയോ? വയർഫഉ ബിഹി ദറജാത്ത്, അത് മുഖേന നിങ്ങളുടെ പദവികൾ അവൻ ഉയർത്തുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, എന്തുകൊണ്ട് അങ്ങ് പറഞ്ഞു തരുന്നില്ല? ഞങ്ങളത് പ്രതീക്ഷിച്ച് നിൽക്കുന്നു അള്ളാഹുവിൻ്റെ ദൂതരെ.
ഖാല ഇസ്ബാഹുൽ വളുഇ അലൽ മക്കാരി. പ്രയാസമുള്ള സമയങ്ങളിൽ നല്ലപോലെ വളു ചെയ്യുക. ഇസ്ബാ എന്ന് പറഞ്ഞാൽ വെളുപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്. അതായത് വെളുപ്പിക്കണമെങ്കിൽ നല്ലപോലെ നല്ല തണുപ്പുള്ള സമയത്ത്, പ്രയാസമുള്ള സമയത്ത് വളു ചെയ്യുന്നതിന് ആണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത്. പ്രയാസമുള്ള സമയങ്ങളിൽ നല്ലപോലെ വളു ചെയ്യുക. വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് അധികമായി കാലടികൾ വെച്ചുകൊണ്ടിരിക്കുക. അതായത് കൂടുതൽ നടന്ന് കൂടുതൽ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാലടികൾ വർദ്ധിപ്പിക്കുക എന്നൊരർത്ഥമുണ്ടെങ്കിലും അതായത് കൂടുതലായിട്ട് നടന്ന് പള്ളിയിലേക്ക് പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇൻതിളാറു സലാത്തി ബാദ സലാത്ത്, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഫദാലിക്കും ഒരു റിബാത്ത്, ഇത് റിബാത്താണ്. റിബാത്തിന് സാധാരണ രീതിയിൽ തർജ്ജമ ചെയ്യുന്നത് അതിർത്തികളെ വളരെ സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതിനെയാണ്. ഫദാലിക്കും റിബാത്ത്, അതെ ഇത് തന്നെയാണ് റിബാത്ത്. സഹീ മുസ്ലിമിലാണ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആയത്ത് ഓതിയതിനു ശേഷം ഉടനെ ഞാനിങ്ങനെ ഒരു ഹദീസ് വെക്കാനുണ്ടായ കാരണം, ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ഒരു ഖുത്ബയിൽ ഈ ഹദീസ് മുഖേന ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ മുഴുവൻ ക്ലാസ്സും നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഹദീസിൽ പറഞ്ഞ റിബാത്ത് ഖുർആനിലും പ്രയോഗിച്ചിട്ടുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വറാബിത്തു എന്ന് സൂറ ആലി ഇമ്രാൻ്റെ അവസാന ഭാഗത്ത് വരുന്നു. അപ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ സബർ ചെയ്യുക, നിങ്ങൾ വീണ്ടും സബർ ചെയ്യുക, അതിശക്തമായ സഹനം നിങ്ങൾ കൈക്കൊള്ളേണ്ടി വരും, അത് നിങ്ങൾ കൈക്കൊള്ളുക. വറാബിത്തു, നിങ്ങൾ അതിർത്തികളെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ സബറിൻ്റെ കൂടെ തന്നെ നൽകിയിട്ടുള്ള മറ്റൊരു കാര്യം അതിർത്തികളെ കാത്തു സൂക്ഷിക്കുക, അതിർത്തിയിൽ പ്രത്യേകം കാത്തു സൂക്ഷിക്കുക എന്നാണ്. റബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം കെട്ടുക എന്നാണ് വാക്കിനർത്ഥം. എന്തെങ്കിലും ഒന്ന് ബന്ധിച്ച് നിൽക്കുന്നതിന്, ഒരു ബന്ധം പുലർത്തുന്നതിന്, ഏതെങ്കിലും ഒരു സാധനം ചുറ്റിക്കെട്ടുന്നതിന് റബത്ത എന്ന് പറയും. അപ്പോൾ അതിർത്തിയിൽ കുതിരകളെ കെട്ടിയാൽ, അതല്ലെങ്കിൽ നമ്മൾ അതിർത്തിയെ കെട്ടി വെട്ടതുപോലെ കാത്തിരുന്ന് സൂക്ഷിച്ചാൽ, ബാക്കി ഏത് ഭാഗത്ത് നിന്ന് വരുന്നതും എപ്പോഴും കാത്തിരിക്കുന്നത് പോലുള്ള ഒരവസ്ഥയാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ഇതേപോലെ ഒരു അവസ്ഥ നമുക്കുണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ വിവരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമസ്കാരത്തിനുള്ള ബന്ധം ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായിട്ട് എടുത്തു പറയുന്നത്, ഒന്ന് വളു ചെയ്യുക. വളരെ പ്രയാസമുള്ള സമയത്ത്, ഇപ്പം അത് ശരിക്കും കാദിയാനിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, തണുപ്പിൽ നമ്മൾ ഉണ്ണിമോൽസായി പറഞ്ഞു വെള്ളം കടിക്കുകയാണെന്നാണ്. വെള്ളം കലിക്കുന്നതിൻ്റെ മാതിരി കടിക്കുന്നുണ്ട്. കലിക്കുന്ന പറഞ്ഞാൽ പഴുതാര കടിക്കുന്ന പോലെ കുത്തുന്ന പോലെയാണ് വെള്ളം കടിക്കുന്നത്. അതുകൊണ്ട് ഒതുണ്ടാക്കാൻ കുറച്ച് പണിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് ഈ ഹദീസാണ് അദ്ദേഹം ഓതിയത്. ഈ നേരത്തായിരിക്കും റസൂലുള്ള ശക്തിയായിട്ട് ഒതു ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്ന ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും ഈ ഹദീസ് സൂക്ഷിക്കാനുള്ള അവസ്ഥയും കിട്ടുന്നു. ഞാനന്ന് ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തണുപ്പ്, അതികഠിനമായിട്ടുള്ള തണുപ്പിൽ വെള്ളം തൊടുമ്പോഴുണ്ടാകുന്ന, അത് കലിക്കുന്ന കുത്തുന്ന പോലുള്ള ഒരനുഭവമാണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് നല്ലപോലെ ഒതു ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് പറഞ്ഞത് കസ്റത്തുൽ ഖുതാ ഇലൽ മസ്ജിദ്, മസ്ജിദിലേക്ക് കൂടുതൽ കാലുകൾ വെക്കാം. ഇതൊന്നുകൂടെ മനസ്സിലാക്കാൻ മറ്റൊരു ഹദീസിൽ വന്നത്, ഒരു അന്ധനായ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഇഷ ഫജർ 2 നമസ്കാരത്തിന് എനിക്ക് വരാൻ പ്രയാസമുണ്ട്. കാരണം വരുന്ന വഴിയിൽ മാർഗ തടസ്സങ്ങളുണ്ട്, വെള്ളമുണ്ട്, ചെളിയുണ്ട്, വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി നീ വരണ്ടെന്നാണ്. അയാൾക്ക് വീട്ടിൽ നമസ്കരിക്കാനുള്ള അനുവാദം കൊടുത്തു. അയാൾ പോകുന്ന സമയത്ത് ഉടനെ തന്നെ തിരിച്ചു വിളിച്ചു റസൂലുള്ളാഹി. ആരാണ് പറഞ്ഞ ആളെ തിരിച്ചു വിളിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തിരിച്ചു ചെന്ന് പറഞ്ഞു, ഇല്ല, അള്ളാഹുവിൻ്റെ പള്ളിയുടെ മാർഗത്തിലേക്ക് വരുന്ന
തടസ്സങ്ങൾ നിനക്ക് തടസ്സങ്ങളല്ല, നീ വന്നേ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിലേക്ക് വരുന്നതിൽ തടസ്സം എന്തുണ്ടെങ്കിലും അതിന് തടസ്സമല്ല എന്ന് റസൂൽ തന്നെ പറയണം. അന്ധനായൊരു വ്യക്തിയോട് അത് ചെളിയുണ്ട്, മണ്ണുണ്ട്, വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു മാനുഷികമായ പരിഗണനയെ വെച്ചുകൊണ്ട് റസൂൽ ആദ്യം വേണ്ടെന്ന് പറയുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പള്ളിയിലേക്ക് അത് തടസ്സമല്ല. കാരണം അങ്ങനെ തടസ്സങ്ങൾ കാരണം പള്ളിക്ക് വരാതിരുന്നാൽ പിന്നെ ആർക്കും വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. തടസ്സങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നീ വന്നേ തീരുവല്ലോ എന്ന് അന്ധനായ വ്യക്തിയോട് പറഞ്ഞു. അതിന് കാരണം ചോദിച്ചത് നിനക്ക് ബാങ്ക് കേൾക്കുമെന്നാണ്. ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് ആണെങ്കിൽ നിന്ന് വന്നേ പറ്റുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം ഈ അടുത്ത കാലത്ത് ചില ആളുകൾ അത് അന്ന് മൈക്കിലൊന്നും ബാങ്ക് കൊടുക്കില്ലല്ലോ, വായിൽ കൊടുക്കല്ലേ, അപ്പോൾ അടുക്കല്ലേ കേൾക്കാന്ന്. അതിനന്ന് വണ്ടിയില്ല, മോട്ടോർ സൈക്കിളും ഇല്ല, വേറെ പരിപാടികളും ഇല്ല, അന്ന് മറ്റു വണ്ടികളും ഇല്ല. അപ്പോൾ നടന്നു തന്നെ വരണം. അപ്പോൾ മൈക്കിൽ ബാങ്ക് കൊടുക്കേണ്ട അതിനനുസരിച്ചുള്ള സൗകര്യം റസൂലുള്ളാഹിന്റെ വചനം ഒരിക്കലും പാഴായി പോവുകയില്ല, അത് അതേപോലെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളും അതിനനുസരിച്ച് മനുഷ്യന് കൂടിയിട്ടുണ്ട്. അന്നുള്ള തടസ്സങ്ങൾ ഇപ്പോൾ വഴിയിലോട്ട് ഇല്ലതാണ്. മറ്റൊന്ന് ഇതിൽ പറഞ്ഞത് ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നാണ്. കാത്തിരിക്കുന്ന നമസ്കാരത്തിന് വേണ്ടി അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് റിബാത്താണെന്നും പറഞ്ഞു. അതാണ് അതിർത്തിയിൽ കുതിരകളെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുതിരകളെ അതിർത്തിയിൽ കെട്ടി സൂക്ഷിക്കണം. ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ഹദീസിൽ ഖലീഫത്ത് മസീഹ് റാബി റഹ്മത്തുള്ളാഹി പറയുന്നു, എല്ലാ കാര്യങ്ങളും ഇഷ്ക് ഉണ്ടെങ്കിൽ മാത്രം നടത്താൻ പറ്റിയ കാര്യമാണ്. വഴിയുന്ന നല്ല തണുപ്പിൽ ഒന്നുകൊടുക്കണമെങ്കിൽ അള്ളാഹുവിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്കിൻ്റെ വിഷയം അഥവാ അനുരക്തിയുടെ വിഷയം മനസ്സിലാക്കാതെ ഈ ഹദീസിനെ ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മൾ എത്ര തന്നെ ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഒരു അനുരക്തി ഉണ്ടെങ്കിൽ, ആ പ്രേമത്തിൽ ഉന്മത്തനായ ഒരു വ്യക്തിക്ക് ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രയാസങ്ങളല്ലാതെ വരും. പ്രയാസങ്ങൾ അയാൾക്ക് ഒരു മനസ്സിന് ആനന്ദമായിട്ട് ആ കാര്യങ്ങൾ നിറവേറ്റാൻ അയാൾ മുമ്പോട്ട് വരും. ഇവിടെയും കഷ്ടപ്പാടുള്ള സമയത്ത് ഒളുവെടുക്കുന്നതും അതേപോലെ തന്നെ പള്ളിയിലേക്ക് ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിന് നടന്നു നീങ്ങി അങ്ങോട്ട് എത്തുന്നതും അതേപോലെ തന്നെ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിൻ്റെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ളൊരു ഇഷ്കിൻ്റെ ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ്. ആ ബന്ധത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച സൂറത്തുൽ മോമിനിലുള്ള ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞു, ഹദീസിലുള്ളത് നിങ്ങളുടെ ദർജാത്ത്, നിങ്ങളുടെ പദവികൾ ഉയരുമെന്നാണ്. ഈ ആയത്തിൽ പരാമർശിച്ച ഭാഗം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൽ മോമിനൂൻ്റെ പ്രാരംഭ ആയത്തുകൾ എടുത്തു വരിച്ചുകൊണ്ട് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓരോ ഘട്ടങ്ങളായി അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുമ്പോൾ ഏഴാമത്തെ ഘട്ടത്തിൽ അയാൾക്കൊരു സൃഷ്ടിപ്പ്, ഒരു പ്രത്യേക സൃഷ്ടിപ്പ് അള്ളാഹുവിന് നൽകുന്നു. അവിടെ വെച്ചാണ് അയാളുടെ യഥാർത്ഥത്തിലുള്ള അള്ളാഹുമായിട്ടുള്ള പാരമ്യതയിലുള്ള ബന്ധം നിലകൊള്ളുന്നത് എന്ന് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം പറയുന്നു. അതിൽ ആറാമത്തെ ഘട്ടത്തിലെത്തുന്ന ആളുകളാണ് നമസ്കാരത്തെ സംരക്ഷിക്കുന്നവർ എന്ന് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം നമ്മോട് പറയുന്നു. ഇതിനെ മനസ്സിലാക്കുന്നതിന് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിൻ്റെ ആ വചനം തന്നെ അതിന് കൊടുത്ത മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം കൊടുത്ത വ്യാഖ്യാനമുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. हज़रत मसीह अलैहिस्सलाम പറയണം, मोमिन पांचवीं दर्जे से बढ़ गए हैं, वो हैं जो अपनी नमाजों पर आप मुहाफिज और निगहबान हैं. അഞ്ചാമത്തെ പദവിയെ താണ്ടി നീങ്ങുന്ന, അതിൽ നിന്ന് മുമ്പോട്ട് നീങ്ങുന്ന മോമിനിങ്ങൾ അഥവാ ആറാമത്തെ പദവിയിലെത്തുന്ന മോമിനിങ്ങൾ അവർ തങ്ങളുടെ നമസ്കാരങ്ങളെ സ്വയം സംരക്ഷിക്കുന്നവരാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, റാബി റഹ്മത്തുള്ളാഹി ഒരിക്കൽ ഹാഫിളു അലസ്സലാത്തി വസ്സലവാത്തി വസ്സലാത്തിൽ വുസ്ത എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഖുത്ബ നൽകുമ്പോൾ ഹാഫിളു എന്ന പദത്തിന് അറബി ഭാഷയുടെ പ്രയോഗമനുസരിച്ച് പരസ്പരം സംരക്ഷിക്കുന്നതിനെയാണ് പറയുന്നത്. അതായത് നമസ്കാരത്തെ നമ്മൾ സംരക്ഷിച്ചാൽ മുഖാബില, അതായത് അവർ നമ്മളെ, നമസ്കാരത്തെ നമ്മൾ സംരക്ഷിച്ചാൽ നമസ്കാരം നമ്മളെയും സംരക്ഷിക്കും. ആര് നമസ്കാരത്തെ എത്ര സംരക്ഷിക്കുന്നു അത്രയും ആ നമസ്കാരങ്ങൾ ആ ആളെയും സംരക്ഷിക്കുന്നു. ഈ അർത്ഥം അതിനുണ്ട്.
ഹാഫിദു എന്നുള്ള പദം അങ്ങനെയാണ്. അപ്പോൾ കാത്തല എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ടും യുദ്ധം ചെയ്തു, ഒരാൾ തിരിച്ചും യുദ്ധം ചെയ്തു. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രവർത്തനത്തെയാണ് ഈ ഭാഷയിൽ ബാബു മുഫാഅലയിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഹാഫിദു അവർ നമസ്കാരത്തിൻ്റെ മുഹാഫിദാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരം അവരെയും സംരക്ഷിക്കുന്നു, അവർ നമസ്കാരത്തെയും സംരക്ഷിക്കുന്നു, നമസ്കാരങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളായി അവർ മാറുന്നു. യാനി വോ കിസി ദൂസരെ കി തദ്കീർ യാ യാദ്ഹാനിക്ക് മുഹ്താജ് നെഹ്റെ, അവർ മറ്റൊരാളുടെ ഉപദേശത്തെയോ അതല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് കേട്ടുകൊണ്ടോ ഓർമ്മപ്പെടുത്തലുകളുടെയോ അനുസ്മരണത്തിൻ്റെയോ ആവശ്യം അവർക്ക് ഉദിക്കുന്നില്ല. അവർ സ്വയം തന്നെ അതിനെ സംരക്ഷിക്കുന്നവരാണ്, അവരെ നമസ്കാരവും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. और खुदा की याद कुछ इस किस्म की महबूब तबा और मदार आराम और मदार ज़िंदगी उनके लिए हो गई है कि वो हर वक्त उसकी निगहबानी में लगे रहते हैं. അള്ളാഹുവിൻ്റെ സ്മരണ അവർക്ക് അങ്ങേയറ്റം പ്രീതമായി മാറുകയും അവരുടെ പ്രകൃതത്തിൽ ഏറ്റവും പ്രീതമായിട്ടുള്ള ഒന്നായി മാറുകയും ചെയ്യുന്നു നമസ്കാരം എന്നുള്ള ഓർമ്മ. ആ ഓർമ്മ കാരണം അവരുടെ എല്ലാവിധത്തിലുള്ള സുഖങ്ങളുടെയും വിശ്രമങ്ങളുടെയും അവരുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാന ഘടകം ഈ നമസ്കാരമായി മാറുന്നു. അവർക്ക് വിശ്രമം നമസ്കാരം നിർവഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അവർക്ക് ജീവിക്കുന്നത് അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മളൊരാളോട് അനുരക്തി ഉണ്ടെങ്കിൽ, ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ, ആ ആളെ കണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അയാളുടെ സാമീപ്യം കിട്ടിയെങ്കിൽ, അയാളെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ ജീവിക്കാനും കഴിയുള്ളൂ. അത് നമ്മളിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കാരണത്താൽ ഉന്മത്തത കാരണം നമ്മളുടെ ജീവിതം തന്നെ, ചില ആളുകൾ അതിൽ തന്നെ ഭ്രാന്തായി പോകുന്നവരോ അതിൽ തന്നെ ശോഷിച്ച് ഒന്നുമില്ലാതെ ശുഷ്കിച്ചു പോകുന്ന ആളുകളെ വരെ നമ്മൾ കാണാറുണ്ട് ഭൗതികമായ പ്രേമത്തിൽ. और हर वक्त उसकी निगहबानी में लगे रहते हैं, സദാ അതിൻ്റെ സംരക്ഷണത്തിൽ അവർ നിമഗ്നരായി നിലകൊള്ളുന്നു. और हरदम उनका याद इलाही में गुजरता है, ഓരോ നിമിഷവും എല്ലാ നിമിഷങ്ങളും അവരുടെ നിമിഷങ്ങൾ ഓരോന്നും അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിഞ്ഞു പോകുന്നു. और नहीं चाहते कि एक दम भी खुदा के जिक्र से अलग हो, അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു നിമിഷം പോലും അള്ളാഹുവിൻ്റെ, ഒരു ശ്വാസം വിടുന്ന സമയം പോലും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അവർ വ്യതിരിക്തരായി നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ളത് അവരൊരിക്കലും അവരാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ ബാക്കി ഭാഗം കൂടിയുള്ളത്, ഒരു യാത്രക്കാരൻ അവൻ്റെ കയ്യിൽ വളരെ ചെറിയ ഭക്ഷണവും അവൻ്റെ കയ്യിലുള്ള കുറച്ച് വെള്ളവുമാണെങ്കിൽ, അവൻ ഒരുപാട് മൈലുകൾ താണ്ടി സഞ്ചരിക്കേണ്ടതുമുണ്ടെങ്കിൽ അതിനവൻ വളരെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അതൊരിക്കലും നഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുകയില്ല. ഒരു മരുഭൂമിയിൽ സഞ്ചരിക്കുന്നൊരു വ്യക്തി, അയാളുടെ കയ്യിൽ വെള്ളത്തിൻ്റെ ചെറിയൊരു തോൽസഞ്ചിയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ പാത്രമോ, വെള്ളത്തിൽ കുറച്ച് വെള്ളമുള്ളൂ, വളരെ കുറച്ച് ഭക്ഷണമുള്ളൂ, വേറെ എന്തു പോയാലും അത് അയാൾ വിടില്ല. അതെപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഓർമ്മ അയാളുടെ മനസ്സിൽ, അത് വിട്ടാൽ അയാൾ മരിച്ചു പോകും, അയാളുടെ ജീവിതം അതാണ് എന്ന നിലയിൽ ആ ഓർമ്മ അയാൾ കൊണ്ടു നടക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു നമസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു വന്നത്. കാരണം നമസ്കാരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഓർമ്മ നമുക്ക് കിട്ടിയാൽ, അതായത് അങ്ങനെയുള്ള ഒരു ഓർമ്മ നമസ്കാരത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ നമസ്കാരത്തിൽ നമുക്കൊരു ഇമ്പം ആവശ്യമാണ്. ആ നമസ്കാരത്തിൽ നമുക്കൊരു ലസ്സത്ത് അഥവാ ഒരു അനുഭൂതി ലഭ്യമായിട്ടില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മരുഭൂമിയിലെ യാത്രക്കാരൻ വെള്ളവും തൻ്റെ ഭക്ഷണവും സംരക്ഷിക്കുന്നത് പോലെ, വളരെ കുറച്ചുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നത് പോലെ ഒരിക്കലും അതിൻ്റെ കൂടെ കെട്ടിമറിഞ്ഞ് നിൽക്കാൻ സാധിക്കുകയില്ല. അത് ഈ ഇമ്പം, ഈ അനുഭൂതി കിട്ടിയെങ്കിൽ മാത്രമാണ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ അവസ്ഥയിലെത്തുന്ന ആളുകളെക്കുറിച്ച് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, और मोमिन अपने अंदर महसूस कर लेता है कि एक नई रूह उसके अंदर दाखिल हो गई है. മനുഷ്യൻ വിചാരിക്കുന്നു തനിക്ക് ഉള്ളിൽ തന്നെ ഒരു അനുഭൂതി ലഭിക്കുന്നു. അത്തരത്തിലുള്ള നമസ്കാരക്കാർക്ക്, ആ ഇമ്പത്തോടുകൂടി നമസ്കരിക്കുന്നവർക്ക് ഒരു പുതിയ റൂഹ് എൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന ആളല്ല. നമസ്കാരം കൊണ്ട് ഞാൻ ഈ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉദ്ധരണികൾ വായിച്ച് പലരും അതിനുശേഷം നമസ്കാരത്തിൽ ഒരു പുതിയ
റൂഹ് കയറിയതുപോലെ ഉള്ളൊരവസ്ഥ ഉണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് എത്രമാത്രം അതിനെ നമ്മൾ സൂക്ഷിക്കണം എന്ന് കൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതുകൂടെ പരിഗണിക്കണം. അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തി എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ള കാര്യം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഒരു പുതിയ റൂഹ് തന്നിൽ നിവേശിതമായിരിക്കുന്നു എന്ന് അയാൾ കരുതുന്നു. ജോ പഹ്ലെ നെഹിത്തി, മുമ്പൊരിക്കലും അതുണ്ടായിരുന്നില്ല. ഉസ് റൂഹ് കെ മിൽനെ സേ एक अजीब सकीनत और इत्मीनान मोमिन को हासिल हो जाती है. ആ റൂഹ് ലഭിക്കുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സമാധാനവും അതേപോലെ തന്നെ ഒരു സംതൃപ്തിയും മനുഷ്യന് സംസിദ്ധമാകുന്നു. और मोहब्बत ज़ातिया एक फवारा की तरह जोश मारती है. വ്യക്തിപരമായിട്ട് അള്ളാഹുവിനോടുള്ള ഒരു മുഹബ്ബത്ത്, ഒരു സ്നേഹം, തൻ്റെ സ്വയം സാധാരണ ഒരു സ്നേഹം മൊത്തത്തിൽ നമുക്കുണ്ടാവും. പക്ഷേ വ്യക്തിപരമായിട്ട് ഒരാളോട് സ്നേഹം ഉണ്ടാകുമ്പോൾ ആ സ്നേഹം, അതേപോലെ ഒരു സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം അവൻ്റെ ഹൃത്തടത്തിൽ ഫവാര പോലെ, എന്താ മലയാളം, സാധാരണ വെള്ളം ചെറിയ പൈപ്പിലൂടെ മുകളിലേക്ക് അടിച്ചു കയറാറുണ്ട്. അതിനങ്ങനെ പൂവുകൾ മറ്റുമായിട്ട് വിരിഞ്ഞു വരുന്ന ഒന്ന് ഫവാര എന്നാണ് ഉറുദു പറയുന്നത്. മലയാളം ഞാൻ കിട്ടുമ്പോൾ പറയാം. ഫൗണ്ടെയിൻ जो होता है उसको मलयालम क्या जबान में नहीं आ रहे. तो വെള്ളത്തിൻ്റെ അടിച്ചുയർന്ന് അതൊരു പൂവായിട്ട് വിരിഞ്ഞു വരുന്ന പോലെ മുകളിലേക്ക് വളരെ ഉയരത്തിൽ അടിച്ച് കയറ്റി ഉയർത്താറുണ്ട്. അതിന് ഫവാര അറബി പറയും, ഉറുദു പറയും. അങ്ങനെ ഫവാര വരുന്നത് പോലെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഒരു ആവേശം, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആവേശം അവന് ഉയർന്നുകൊണ്ടിരിക്കും. അതിന് തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അത്രയും സ്പീഡിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാഹമല്ല, മേലോട്ട് വരുന്നത്. ഏതായാലും കിട്ടുമ്പോൾ ആർക്കെങ്കിലും കിട്ടുമ്പോൾ പറയാം, ലാസ്റ്റ് പറയാം. ജലധാര, അതാണ് കറക്റ്റുള്ളത്. ജലധാര ഉയർന്നു വരുന്നത് പോലെ ഉള്ളൊരവസ്ഥ ഉണ്ടാവും. ജസാക്കല്ലാ. और उबूदियत के पौधा की आपाशी करती है. ആ ഒരു ജലധാര ഉയർന്നു വരുന്നത് അള്ളാഹുവിനോടുള്ള ഉബൂദിയത്തുണ്ട്. അതായത് താൻ ഒരു അബുദാണ് എന്ന അവബോധത്തോടുകൂടി അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ സർവസ്വവും സമർപ്പിച്ച് നിൽക്കുന്നതിനെയാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസനാണ്, എൻ്റേതായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്ക് തന്നത് മുഴുവനും അള്ളാഹു നൽകിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന, സമർപ്പിച്ച് നിൽക്കുന്നതിനെ ഉബൂദിയത്ത് എന്ന് പറയും. ആ ഉബൂദിയത്തിൻ്റെ ഒരു ചെടിയുണ്ട്. ആ ചെടിക്ക് ഈ വെള്ളം സേചനം ചെയ്യുന്നു. അത് ഈ സ്നേഹം, അത് ശരിക്ക് അത് മനസ്സിലാക്കുന്നത്, നമുക്ക് സ്നേഹം ഉദിച്ചു വരുമ്പോൾ, മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹം വരുമ്പോൾ, നമ്മളൊന്നുമല്ല അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നവനാണെന്ന് നമുക്ക് തോന്നുന്നത്. ആ സ്നേഹപ്രസന്നമായ അവസ്ഥയിൽ അതിനെ കൂടുതൽ സേചനം ചെയ്യുമ്പോൾ അത് വളർത്തിക്കൊണ്ടിരിക്കും ആ ഉബൂദിയത്തിന്. ഈ സ്നേഹമാണ് നമ്മുടെ ഉബൂദിയത്തിനെ വളർത്തുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റേതാണെന്നുള്ള ഒരു അവബോധത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ വെള്ളമാണ്. और वो आग जो पहले एक मामूली गर्मी, ഹുസൂറിൻ്റെ വിവരണങ്ങൾ വളരെ രസകരമാണ്. ഒരു ഭാഗത്ത് വെള്ളത്തിൻ്റെ ജലധാരയെ ഉയർന്നു വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തിരിച്ച് മറ്റൊരു വശം കൂടി എന്നെ വിവരിക്കുകയാണ്. और वो आग जो पहले एक मामूली गर्मी की हद तक थी, इस दर्जे पर वो तमाम कमाल अफरोख्ता हो जाती है और इंसानी वजूद के तमाम खसो खाशा को जलाकर उलूहियत के कब्जा उस पर कर देती है. ഇതിൻ്റെ മറ്റൊരു വശം തീനോടാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപമിക്കുന്നത്. അങ്ങനെ ഒരു വളരെ നിസ്സാരമായിരുന്ന ഒരു തീൻ്റെ അവസ്ഥ, ഒരു ചെറിയ ചൂടായിരുന്നു ഉണ്ടായിരുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം. പക്ഷേ ഈ അവസ്ഥയിലേക്ക് എത്തുന്ന വ്യക്തി ആ തീ പെട്ടെന്ന് അതിശക്തമായി ഉയരുകയും അതിൻ്റെ എല്ലാ ശക്തിയും പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ അത് ജ്വലിച്ചുയരുന്നു. അഫ്രോഖ്ത ഹോജാത്തി ജ്വലിച്ചുയരുന്നു. അത് പെട്ടെന്ന് ആളിക്കത്തുന്നു. അങ്ങനെ കത്തി വരുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള സകല ഹസോ ഹാഷാഖ്, എല്ലാ ചപ്പ് ചവറുകളെയും എരിച്ചു കളയുന്നു. അതിനുശേഷം ഉലൂഹിയത്തിൻ്റെ കബ്ദ, ആ തീൻ്റെ അകത്ത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു തൻ്റെ ഇലാഹാണെന്നുള്ള ആ ബോധമാണ്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം നിലകൊള്ളുന്ന വേറെ ഒന്നുമില്ലാത്ത. അപ്പം നമ്മളൊന്നുമല്ല എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാലിയായിട്ട് അള്ളാഹു വിടുന്നില്ല. അതിൻ്റെ മുകളിൽ അള്ളാഹു ഉണ്ട് എന്ന് അള്ളാഹു സ്ഥാപിക്കുന്നു. അതിനെയാണ് ഉലൂഹിയത്ത് എന്ന് പറയുന്നത്. ഉബൂദിയത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടേതൊന്നും നമ്മുടെ കയ്യിലില്ല, റബ്ബ് തന്നത് മാത്രമുള്ളൂ എന്ന നിലയിൽ നമ്മൾ സമർപ്പിച്ചു വിട്ടാൽ അതിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൻ്റെ, അഥവാ അള്ളാഹുവാണ്, ഞാനാണുള്ളത്, വേറെ ആരുമില്ല, ഞാനുണ്ട് എന്നുള്ള
ഒരു അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അതിൽ വെളിപ്പെടുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു സാധനം അടുപ്പിലേക്ക് ഇട്ടാൽ ആ കത്തുന്ന അടുപ്പിൽ അത് ഇടുമ്പോൾ അതിൻ്റെതൊന്നുമല്ല, അത് അടുപ്പിൻ്റെ ആണ്. പക്ഷേ ആ തീ അതിൽ പടർന്നു പിടിക്കുമ്പോൾ അത് ഇരുമ്പാണെങ്കിൽ ആ തീയായി മാറുന്നു, ഇരുമ്പ് തീയായി മാറുന്നു. അതേപോലെ ആയിത്തീരുന്നതിനാണ് ഉലൂഹിയത്തിൻ്റെ കബ്ള, ഉലൂഹിയത്തിൻ്റെ അധികാരം അതിൽ സ്ഥാപിച്ചെടുക്കുന്നു എന്ന് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിവരിക്കുന്നത്. और वो आग तमाम आज़ा पर इहाता कर लेती है. ആ തീ മുഴുവൻ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും അത് വലയം ചെയ്യുന്നു. तब उस लोहे की मानंद जो निहायत दर्जा आग में तपाया जाए, यहाँ तक के सुर्ख हो जाए और आग के रंग पर हो जाए, उस मोमिन से उलूहियत के आसार अफ़आल ज़ाहिर होते हैं. അത് അവസാനം അടുപ്പിലിട്ട തീ പോലെ, തീയിലിട്ട ഇരുമ്പ് പോലെ അത് തപിക്കുകയും അതിന് മുഴുവൻ തപിപ്പിച്ച് കഴിയുമ്പോൾ അത് തീയിൻ്റെ തന്നെ രൂപവും തീയിൻ്റെ തന്നെ പ്രകടനമായിട്ടുള്ള അടയാളങ്ങളും കാണിക്കുന്നത് പോലെ ആ തീയിൻ്റെ രൂപവും പ്രകടമായ അടയാളങ്ങളും അതിൽ കാണിക്കാൻ തുടങ്ങുന്നു. അഥവാ അത്തരത്തിലുള്ള വ്യക്തിയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വെളിപ്പെടുകയും അള്ളാഹു എന്താണോ ചെയ്യുന്നത് അതേപോലെ അയാളുടെ പ്രവർത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അതിൽ പ്രകടമായി വരുന്നു, അത് ചുമന്നു വരുന്നു, അതിൻ്റെ നിറം മാറി വരുന്നു. ആ മൂമിനിൽ ഉലൂഹിയത്തിൻ്റെ അടയാളങ്ങളും അവൻ്റെ പ്രവൃത്തികളും സംഭവിക്കുന്നതായി കാണുന്നു. ജൈസാ കെ ലോഹ ബി അബി ഈസ് ദർജെ പർ ആകെ ആസാർ അഫ്ആൽ സാഹിർ കർത്താ ഹെ. ഒരു ഇരുമ്പാണെങ്കിലും ഇട്ടിട്ടുള്ള തീയിൻ്റെ എല്ലാവിധത്തിലുള്ള സ്വഭാവങ്ങളും അതിനുള്ള പ്രകടനമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ മഗർ യേ നഹി കി വോ മോമിൻ ഖുദാ കാ ഹോ ഗയാ ഹെ, बल्कि मोहब्बत इलाहिया का कुछ ऐसा ही खासा है जो अपने रंग में जाहिर वजूद में लेकर आती है. ഇവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ആരിഫല്ലാത്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള അഭൗമിക ജ്ഞാനങ്ങളാൽ നിർഭരമല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇത് പറയാൻ നിവൃത്തിയില്ല. പറയുന്നത് വളരെ വ്യക്തമാണ്. അതായത് ഒരു മൂമിൻ അയാള് അള്ളാഹുവായി എന്നല്ല അതിൻ്റെ അർത്ഥം. തീയിൽ ഇട്ട ഇരുമ്പ് തീയിൻ്റെ ഗുണങ്ങൾ കാണിക്കുമ്പോൾ അയാൾ അള്ളാഹുവായി എന്നതിനർത്ഥമില്ല. ഈ ഒരു അപകടത്തിലാണ് ക്രിസ്ത്യാനികൾ പഴച്ചത്. ദൈവത്തിൻ്റെ ദൈവത്വം ആളത്വത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്വം ആരോപിക്കപ്പെട്ടത് യേശുവിൽ. ക്രിസ്ത്യൻ ഫിലോസഫിയിൽ ദിവ്യത്വത്തിൻ്റെ ഫിലോസഫി അവർ പറഞ്ഞു പഠിപ്പിച്ചത്, അവസാനം അതിനു വേണ്ടിയിട്ട് റൊട്ടിയും വീഞ്ഞും മറ്റ് അപ്പവും വീഞ്ഞും ഒക്കെ കഴിക്കുമ്പോൾ അത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇവിടെ മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ശരീരത്തിൽ കയറിയ ഈ സംഗതിയെ, അതായത് ദിവ്യത്വം കയറി എന്നതുകൊണ്ട് അയാൾ ദൈവമായി മാറുന്നില്ല. മറിച്ച് ആ തീയിൽ നിന്ന് ഇരുമ്പ് മാറ്റിവെച്ചാൽ ആ ഇരുമ്പ് പഴയ ഇരുമ്പായിരിക്കും. ഇതേപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് അയാൾ അള്ളാഹുവിൻ്റെ ആ ഗുണങ്ങൾ പ്രകടമാക്കുന്ന ഒരാളായി മാറുന്നത്. അതിന് മസീഹ് പറഞ്ഞു, മുഹബ്ബത്തെ ഇലാഹിയക്ക് കുച്ച് ഐസ ഖാസ ഹെ. അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിക്കുന്ന ഒരാളുടെ ഈ വിധത്തിലുള്ള ഒരു സ്വഭാവമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രഭാവങ്ങൾ അതിൽ പ്രകടമാകുന്നു എന്ന സ്വഭാവമാണ്. ജോ അപ്നെ രംഗ് മേ സാഹിരി വജൂദ് കോ ലേക്കർ ആത്തി ഹെ. അത് തൻ്റെ ആ മുഹബ്ബത്തിൻ്റെ നിലയിൽ അതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള നിറം, ബാഹ്യമായുള്ള ഒരു അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും അയാൾ അള്ളാഹുവായി മാറുന്നില്ല. ഇത് കിട്ടുന്നത് നമസ്കാരത്തിലാണ്, മറ്റെവിടെയുമല്ല. മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അഹ്ലുല്ല അഥവാ അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞതിൻ്റെ സംക്ഷേപം ഇതാണെന്നാണ് മസീഹ് ഇബ്രാഹിം അഹമ്മദിൽ വിവരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാകും. അവരുടെ और बातिन में उबूदियत उसका ज़ुर्फ मौजूद होता है. അത്തരത്തിലുള്ള ഒരാളുടെ ഉള്ളിൽ ഒരു ചെറിയ ദുർബലത ഉണ്ടാവും. അത് ഉബൂദിയത്തിൻ്റെതാണ്. ഞാൻ അള്ളാഹുവിൻ്റെയാണ്, വേറെ ഒന്നുമല്ല എന്നുള്ളൊരു ബോധം അയാൾക്കുണ്ടാവും. അത് അയാളുടെ ഒരു ദുർബലതയാണ്. എങ്ങനെ? ഇരുമ്പാണെന്നുള്ള ബോധം ഇരുമ്പിനുണ്ട്. നമ്മളിപ്പോൾ സാങ്കല്പികമായിട്ട് ഇരുമ്പ് ജീവെള്ളമാണെങ്കിൽ ഇരുമ്പിനെ അടുപ്പിൽ നിന്ന് മാറ്റുന്നതോടുകൂടി പഴയ ഇരുമ്പാവും. ഈ ഉറപ്പതിനുണ്ടാവും. ഇതേപോലെ അള്ളാഹുവിനെ അടുക്കുന്ന അഹ്ലുല്ല ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും മറ്റൊരു അഹംഭാവം അതുകൊണ്ട് വരികയില്ല. അവർ അങ്ങേയറ്റം വിനീതരായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം.
അഹ്ലുള്ളായി വരുന്ന ഒരാളിൽ അഹംഭാവത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവുകയില്ല. അതേസമയത്ത് ചില ആളുകൾ ഏതെങ്കിലും ഒരാളുടെ ഒരു ചെറിയ ന്യൂനത കണ്ടാൽ അതിനെടുത്ത് പറയുമ്പോൾ വിചാരിക്കുന്നത് തനിക്ക് ന്യൂനത ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ നേരെ എതിർവശമാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് ഇയാൾക്ക് ഇന്ന ന്യൂനതയുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിൽ ആ ന്യൂനത ഇല്ല എന്നാണ്. അത് അവസ്ഥയിലെത്തുമ്പോൾ ഈ ദിവ്യത്വത്തിനെതിരായിട്ടുള്ള നമസ്കാരം വലിയ നിസ്കരിച്ച വലിയ പ്രശ്നമുള്ള സംഗതിയാണിത്. കുറച്ച് ദിവസം നമസ്കരിക്കുകയോ തഹജ്ജുദ് നമസ്കരിക്കുകയോ ചെയ്യുമ്പോൾ കുറച്ച് ഞാനൊരു വലിയ നിസ്കാരക്കാരനാണെന്ന് തോന്നുക. പിന്നെ ഖലീഫത്ത് മസീഹ് റാബി വളരെ വിശദമായിട്ട് പറയാണ്, ഇന്ന ആളുടെ മകൻ കണ്ടോ, ഇന്ന ആളുടെ ആൾ കണ്ടോ, അയാൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നുള്ള സംസാരത്തിലെത്തും. അത് ശൈത്താൻ അവിടെ ഇരുന്ന് പിടിക്കുന്നതാണ്. അവിടെയാണ് റിബാത്ത് എന്ന് പറയുന്നത്. ആ അറ്റത്താണ് നമ്മൾ കുതിരയെ കെട്ടി നിർത്തേണ്ടത്. ഒരിക്കലും ശൈത്താൻ അകത്തോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. മറ്റൊരുത്തൻ്റെ ന്യൂനതകളെക്കുറിച്ച് പറയുക. ഇവിടെ മറ്റൊരവസ്ഥയും കൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് മാറാൻ പറ്റില്ല. അടുപ്പിൽ തീന്ന് മാറുന്നില്ല. ആ തീൻ്റെ ഗുണം എപ്പോഴും ഉണ്ടാവും. ഒരു വിധത്തിലും അള്ളാഹുവിൻ്റെ ഓർമ്മ വരാത്ത ഒരു കാര്യത്തിലും അവർ ഇടപെടുകയില്ല. ഈ തീന്ന് സ്വല്പം മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറും. അവർ മറ്റു വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള മജ്ലിസുകളെയും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളെയും തികച്ചും വർജിച്ചുകൊണ്ടിരിക്കും. അതാണ് അവരുടെ മാരിഫത്തിൻ്റെ അടയാളം. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ അടയാളം എന്തെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആ ഇമ്പത്തിൽ, നമസ്കാരത്തിൽ മാത്രമുള്ള ഇമ്പല്ല ഈ പറയുന്നത്. ഈ ഇമ്പം കിട്ടണമെങ്കിൽ നമസ്കാരത്തിൻ്റെ പുറത്തെ ഇമ്പം വേണം. ഞാൻ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദ്ധരണി പിന്നീട് വായിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് വിശദീകരിക്കാം. അതായത് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പുറത്തുണ്ടാവും, അകത്തും ഉണ്ടാവും. അപ്പൊ അവരുടെ അടുത്തുണ്ടാകുന്ന ഈ ദൈവം എന്നിൽ വന്നു, എനിക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, ഞാൻ നമസ്കാരക്കാരനാണ്, എനിക്ക് നമസ്കാരത്തോട് ഇമ്പമുണ്ട് എന്ന് വരുന്ന ഒരാളുടെ പ്രഥമമായിട്ടുള്ള അടയാളം എന്താണ്? അയാളൊന്നുമല്ല, അള്ളാഹു കൊടുത്തതാണെന്നുള്ള അവബോധം അയാൾക്ക് ഉണ്ടാവുക. ഖലീഫത്ത് മസീഹ് റാബി പറയും, അപ്പോൾ വേറൊരുത്തൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അയാൾ ഓർക്കുകയില്ല. അതേസമയത്ത് മറ്റൊരാളെ കുറിച്ചിട്ട് ഉള്ള ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് തന്നെ കുറിച്ചുള്ള ഉബൂദിയത്ത് और उसका ज़ौफ़ मौजूद होता है. ഉബൂദിയത്ത് എന്ന അവസ്ഥയും അയാളുടെ ഉള്ളിലൊരു ദൗർബല്യം, ഞാൻ അള്ള തന്നതല്ലാതെ എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നുള്ള ആ ദൗർബല്യത്തെക്കുറിച്ച് അയാൾക്ക് അവബോധം ഉണ്ടാവും. ആ അവബോധം ഇല്ലാത്തൊരാൾക്ക് മറ്റേതൊരുത്തൻ്റെയും ദൗർബല്യത്തെക്കുറിച്ച് പൊക്കി പറയാനുള്ള ആവേശം ഉണ്ടാവും. അതാണ് അള്ളാഹുവിൻ്റെ ആളും അള്ളാഹുവിൻ്റെ ആളാകാൻ ശ്രമിക്കുന്ന അള്ളാഹുവിൻ്റെ ആളെന്ന് വ്യത്യസ്തമായ ആളും തമ്മിലുള്ള വ്യത്യാസം. മറ്റത് വളരെ സൂക്ഷിച്ചു പറയുമായിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നിൽ അതില്ല എന്ന് തെളിയിക്കുന്നൊരവസ്ഥ മറ്റാൾക്കുണ്ടാവും. അത് അഹംഭാവിയാണ്, അവരുടെ അടുത്ത് അള്ളാഹു ഇല്ല. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, ഈ ഓർത്ത് ഓരോ നമസ്കാരത്തിൽ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മേലാഴ്ചയും നമ്മൾ സംസാരിച്ച് നമസ്കാരത്തിൻ്റെ ഉള്ളിലിറങ്ങി നമസ്കാരത്തെ പഠിച്ച് ആ ഓരോ വാക്കുകളും നമ്മളിൽ വരുത്തുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമസ്കരിക്കുമ്പോൾ ആ ഇമ്പം കിട്ടിയതിന് ശേഷമാണ് ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. बातिन में उबूदियत और उसका ज़ौफ़ मौजूद होता है. इस दर्जे पर मोमिन की रोटी खुदा होता है. അന്നേരം മനുഷ്യൻ്റെ ഭക്ഷണം, റൊട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണം, അവൻ്റെ അന്നം അള്ളാഹുവായി മാറുന്നു. ജിസ്കെ ഖാനെ पर उसकी ज़िंदगी मौक़ूफ़ है. അത് കഴിക്കുന്നുവെങ്കിൽ മാത്രമാണ് അവൻ്റെ ജീവിതം അധിഷ്ഠിതമാണ് അവൻ്റെ ജീവിതം. और मोमिन का पानी भी खुदा होता है. മോമിൻ്റെ വെള്ളവും അള്ളാഹുവായി മാറുന്നു. ജിസ്കെ പീനെ സെ വോ മൗത്ത് സെ ബച്ച് ജാത്താ ഹെ. അത് കുടിക്കുമ്പോൾ അവൻ മൗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. और उसकी ठंडी हवा भी खुदाई होता है. അവൻ്റെ സാധാരണ തണുത്ത കാറ്റും ശീതളമായ കാറ്റും അള്ളാഹു തന്നെയായിരിക്കും. ജിസ്സെ ഉസ്കെ ദിൽ കോ റാഹത്ത് പഹുഞ്ചത്തി ഹെ. അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിന് സമാധാനം, അവൻ്റെ ഹൃദയത്തിന് സാന്ത്വനം ലഭിക്കുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് റൊട്ടി അള്ളയായി മാറലും അതിന് പകരം പിന്നെ റൊട്ടി തിന്നാൽ അത് അള്ളാനെ തിന്നുന്ന മാതിരി കണക്കൂട്ടലൊക്കെ ഉണ്ടായത്. പക്ഷേ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ കൂടെ ചെറിയൊരു വാക്ക് വെച്ചു. അതിനെ അള്ളാഹുവിലേക്ക് വെച്ചുകൊണ്ട് വളരെ രസകരമായിട്ട് പറയാണ്, ഉസ്കി ഠണ്ഡി ഹവാബി ഖുദായി വത്തായ. അവൻ്റെ തണുത്ത കാറ്റും അള്ളാഹു തന്നെയായിരിക്കും. ജിസ്സെ ഉസ്കെ ദിൽ കോ റാഹത്ത് പഹുഞ്ചത്തി ഹെ. അതുകൊണ്ട് അയാളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കും, സാന്ത്വനം ലഭിക്കും. और इस मुकाम पर इस त्यारा के रंग में ये कहना बेजा न होगा.
ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരാൾ എത്തുമ്പോൾ അയാളെ നമ്മൾ ആലങ്കാരികമായി അയാളെക്കുറിച്ച് ഇപ്രകാരം പറയുകയാണെങ്കിൽ അതിൽ അക്ഷന്തവ്യമൊന്നുമില്ല. എന്താണത്? कि खुदा उस मर्तबे के मोमिन के अंदर दाखिल होता और उसके रगो रेशे में सरायत करता और उसके दिल को अपना तख्तगा बना लेता है. ഈ പദവിയിലെത്തുന്ന ഒരാൾ മോമിൻ്റെ അകത്ത് അള്ളാഹു നിവേശിതനാകുന്നു, അകത്ത് അള്ളാഹു പ്രവേശിച്ചിട്ടോ അത് ഇസ്തിയാറാക്കാരെങ്കിലും മസീമത് കൂട്ടിച്ചേർത്ത് പറയുന്നത് മറ്റേ ക്രിസ്ത്യാനിയുടെ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ്. അത് ആലങ്കാരികമായി പറയുകയാണെങ്കിൽ അള്ളാഹു അവരിലേക്ക് നിവേശിതമാകുന്നു. അങ്ങനെ അവരുടെ റഗോ രേശാമെ, അവരുടെ നാഡി ഞരമ്പുകളിൽ പ്രവേശിക്കുകയും അതിൽ പൂർണ്ണമായിട്ടും പ്രചലിതമാവുകയും അതിനുശേഷം അള്ളാഹു തൻ്റെ സിംഹാസനമായി അയാളുടെ ഹൃദയത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതായത് നാഡി ഞരമ്പുകളിൽ അള്ളാഹുവിൻ്റെ സ്നേഹം തുടിച്ചു നിൽക്കുന്നു. അവന് ഭക്ഷണത്തിന് വേണ്ടി അവൻ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകുന്നു, അതേപോലെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി അവന് തേട്ടമുണ്ടായിരിക്കും. വെള്ളം കുടിക്കാതെ അവൻ കഷ്ടപ്പെട്ട് ദാഹിച്ചു വലയുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ ഓർമ്മ അല്പസമയം ഹൃദയത്തിൽ നിന്ന് മാറുമ്പോൾ അവനുണ്ടാവും. അത്തരത്തിലുള്ള അവസ്ഥ ഒരാൾക്കുണ്ടായാൽ അയാളുടെ നാഡി ഞരമ്പുകളിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നിവേശിതമായി അത്തരത്തിലുള്ള ഒരാളുടെ ഹൃദയത്തെ അള്ളാഹു അർശായിട്ട് സ്വീകരിക്കുന്നു, അള്ളാഹു അതിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ചിന്തിക്കുന്ന എന്തും അള്ളാഹുവിൻ്റെ ചിന്തയ്ക്ക് അനുഗുണമായിരിക്കും. അതായത് അള്ളാഹു ചിന്തിക്കുന്നത് അയാളിലൂടെ വെളിപ്പെടും, അയാളുടെ ചിന്തയും അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കും, അയാളുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ തുടർന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തബ് വോ അപ്നി റൂഹ് സെ നഹി ബൽകി ഖുദാ കി റൂഹ് സെ ദേഖ്താ. അപ്പോൾ അയാളെ തൻ്റെ റൂഹ് കൊണ്ടല്ല അള്ളാഹുവിൻ്റെ റൂഹ് കൊണ്ടാണ് കാണുന്നത്. और खुदा की रूह से सुनता, അള്ളാഹുവിൻ്റെ റൂഹ് കൊണ്ട് കേൾക്കുകയും, ഖുദാ കി റൂഹ് സെ ബോൽത്ത, അള്ളാഹുവിൻ്റെ റൂഹ് കൊണ്ട് പറയുകയും സംസാരിക്കുകയും, और खुदा की रूह से चलता और खुदा की रूह से दुश्मनों पर हमला करता है. അള്ളാഹുവിൻ്റെ റൂഹ് കൊണ്ട് അയാൾ നടന്നുകൊണ്ടിരിക്കുകയും അയാൾ ചലിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവിൻ്റെ റൂഹ് കൊണ്ട് തന്നെ തൻ്റെ ശത്രുക്കളിൽ ആക്രമണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. क्योंकि वो उस मर्तबे पर नेस्ती और इस्तिहलाक के मुकाम पर होता है. ആ അവസ്ഥയിലെത്തുമ്പോൾ അയാൾ നേസ്തി അഥവാ തൻ്റെ അസ്തിത്വം സർവസ്വവും പരിത്യജിച്ച് അള്ളാഹുവിൻ്റെ അസ്തിത്വം സ്വീകരിച്ച ഒരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. അയാൾ തന്നെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് പിന്നെ അള്ളാഹുവിനാൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. और खुदा की रूह उस पर अपनी मोहब्बत ज़ातिया के साथ तजल्ली फरमाकर हयात सानी उसको बख्शती है. അള്ളാഹുവിൻ്റെ റൂഹ് അയാൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം അയാൾക്ക് വ്യക്തിപരമായിട്ട് അള്ളാഹുവിൻ്റെ സ്നേഹം അയാൾക്ക് കിട്ടുന്നു. ആ സ്നേഹം അവിടെ പ്രകടമാകുമ്പോൾ അയാൾക്ക് മറ്റൊരു ജീവിതം, ഒരു ദ്വിതീയ ജീവിതം തന്നെ അയാൾക്ക് ലഭിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ജീവിതമല്ല ഉണ്ടാകുന്നത്. ഇപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹു വെളിപ്പെട്ട അവസ്ഥയും അഥവാ വെളിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയും. ഇതാണ് ഹയാത്തെ സാനി എന്ന് പറയുന്നത്, രണ്ടാമത്തെ ജീവിതം എന്ന് പറയുന്നത്. ബസ് ഉസ് വക്ത് റുഹാനി തോർ പർ ഇസ് ആയത് പർ സാദിഖാത്തി ഹെ സുമ്മ അൻഷനാ ഖൽഖൻ ആഖർ ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആത്മീയമായി പറയുമ്പോൾ അതിനുശേഷം നാം രണ്ടാമത്തെ ഒരു സൃഷ്ടിപ്പ് അവന് നൽകി. ആ സൃഷ്ടിപ്പ് അവൻ നൽകുമ്പോൾ അള്ളാഹു എത്രയും അനുഗ്രഹീത സൃഷ്ടാവാണെന്ന് അവന് ബോധ്യപ്പെടും എന്ന് പറഞ്ഞ ആയത്ത് അയാളിൽ സാർത്ഥകമായി വരുന്നു. ഇത് വളരെ പ്രയാസമേറിയൊരു കാര്യമാണെന്ന് തോന്നും. സംഗതി പ്രയാസമുള്ളതാണ്. പക്ഷേ ഏത് പ്രയാസമുള്ള കാര്യത്തിനും ഒരു വഴിയുണ്ടാവും. ആ വഴി കൃത്യമായി സ്വീകരിച്ചാൽ ആ പ്രയാസങ്ങൾ റിക്കടാവെന്ന് പറഞ്ഞ അയാളോട് പിന്നെ ആ പ്രയാസങ്ങൾ മുഴുവൻ അതിൽ ഇല്ലാതായി പോകും. പ്രയാസങ്ങൾ ഒരിക്കലും ആ വഴിയിലുണ്ടെങ്കിൽ ആ വഴി ശരിക്ക് കണിശമായിട്ട് ആ വഴി നമുക്ക് പറഞ്ഞു തന്നാൽ ആ വഴിയിൽ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അതുപോലെ നമുക്ക് വരുന്ന പ്രയാസങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞ് അതിനകറ്റുന്ന രീതി എന്നുകൂടി പറഞ്ഞു തരികയാണെങ്കിൽ ഏറ്റവും എളുപ്പമാവും. ഇതിനാണ് പ്രവാചകന്മാർ വരുന്നത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയ അനുഗ്രഹം അതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറയുന്നു, വളരെ ദുഷ്വാർ ഗുസാർ, അങ്ങേയറ്റത്തെ പ്രയാസമേറിയ വഴിയാണ് അള്ളാഹുവിൻ്റെ വഴി. പക്ഷേ അത് എളുപ്പമാണ്. അത് എളുപ്പമാക്കുന്നതിനുള്ള മാർഗത്തിൽ നിങ്ങൾ ചരിച്ചു തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമസ്കാരത്തെ അതിനുവേണ്ടി വെച്ചതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിന് അർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യത്തെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമുക്കത് നൽകിയിട്ടുള്ളത് എന്ന് നമസ്കാരത്തിൽ അത് പറയുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയാൻ നമ്മെ പരിപക്വമായൊരു ഹൃദയം ഉണ്ടാക്കിത്തരാണ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള വാക്കുകളെ നമ്മൾ മനസ്സിലാക്കിയ അതിനുശേഷം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ എന്നെ നേരായ മാർഗത്തിൽ നടത്തണം, ആ നടത്തുന്നതിന് നീ തന്നെയാണ് എനിക്ക് സഹായം നൽകേണ്ടത് എന്ന് പറയുന്നത് ആ ദുഷ്വാർ ഗുസാർ അഥവാ അതികഠിനമായിട്ടുള്ള ഒരു പ്രയാസമേറിയ ആ വഴിയെ അള്ളാഹു സ്വയം എളുപ്പമാക്കി തരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന തരുമ്പോൾ പിന്നെ ഏത് വഴിയിലാണ് ചരിക്കേണ്ടത് എന്ന് അള്ളാഹു കാണിച്ചു തരുന്നു. ആ വഴിയിൽ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും അതിൻ്റെ പോംവഴികൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുമാണ് പിന്നീട് നമസ്കാരത്തിൽ ആദ്യന്ത്യം അവസാനം വരെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ഇതിൽ ഞാൻ എത്തിയത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിന് കാരണം നമ്മളിത് കൂടാതെ ഒരു ക്ലാസ് സാധാരണ ദിവസങ്ങളിൽ ഇശാക്ക് ശേഷം നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലും നമസ്കാരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് വാട്സപ്പോ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായിത്തീരും. അത് നേരത്തെ കേട്ട് തന്നെ കേൾക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അത് വഴിക്ക് വഴി നിങ്ങൾക്ക് റെക്കോർഡ് വരുമ്പോൾ കിട്ടും. ഞാൻ മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ എളുപ്പമാക്കാൻ വേണ്ടി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാക്കുകളിൽ തന്നെ എങ്ങനെയാണ് എളുപ്പമാക്കുന്നത്. മറ്റത് മസീഹ് വാക്കുകളിലുള്ളതാണെങ്കിലും നമസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമസ്കാരത്തെ മനസ്സിലാക്കണം, നമസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാതെ നമസ്കാരത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നമസ്കാരത്തെ മനസ്സിലാക്കണം എന്നതിന് വേണ്ടിയാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് എന്ത് പറയുന്നു എന്ന കാര്യം നമുക്ക് പറയാം. ഹസരത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ദുആ വോ അക്സീർ ഹെ, പ്രാർത്ഥന ഒരു അക്സീറാണ്. അക്സീർ എന്ന് പറയുന്നത് ഈ താമ്പാളമൊക്കെ എടുത്തിട്ട് അതിന് ഉറുദു സാഹിത്യത്തിലുള്ള പ്രയോഗമാണ്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. താമ്പാളത്തിനെ സ്വർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ ചേർത്തുകൊണ്ട് അതിനെ സ്വർണ്ണമാക്കി മാറ്റുക, സ്വർണ്ണത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു